എന്തിനാടോ പരമേശ്വര ഇങ്ങനെ വിഷമിക്കുന്നത്? തനിക്കറിയോ, എൻ്റെ പപ്പ നാളെ ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പുറത്തു പോവുകയാണ്. ഞാനും വേണം അവൾക്കൊന്ന് കണ്ണെഴുതി കൊടുക്കാൻ. മറ്റാരെങ്കിലും അവളെ കണ്ണിത്തൊട്ട അവൾ കരയും. എൻ്റെ പപ്പയുടെ കല്യാണം ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു ഏട്ടനായ ഞാൻ എൻ്റെ പപ്പയുടെ കല്യാണം നടത്തും. അല്ല, ഞാൻ അത് മനസ്സിലായില്ല. നീ കള്ളാണോ കഞ്ചാവാണോ? അത് പപ്പയുടെ കല്യാണം അച്ഛൻ നടത്തി. അച്ഛൻ്റെ എൻ്റെ പപ്പയുടെ കല്യാണം അച്ഛനില്ലാത്ത ഞാൻ ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ പപ്പയുടെ കല്യാണം നടത്തി കൊടുക്കും. ഇത് കഞ്ചാവ് തന്നെയാണ്. പിന്നെ പപ്പയുടെ കല്യാണം അച്ഛൻ നടത്തി കൊടുക്കണം. അച്ഛനല്ലേ പപ്പയുടെ? എൻ്റെ പപ്പയെന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ്. അപ്പ കഞ്ചാവ്, മുതു കഞ്ചാവ്. പെങ്ങളെ പപ്പയായിട്ടാ കണ്ടാക്കണേ. ഹലോ ഹലോ, അതല്ല. ഞാൻ പരമേശ്വരൻ, ഞാൻ മോഹൻലാലാണ്. മനസ്സിലായോ? അപ്പൊ എൻ്റെ അനിയത്തിയുടെ പേരാണ് പപ്പ. ആ പപ്പയുടെ കല്യാണം ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കല്യാണം നടത്തി കൊടുക്കും. ഇതൊക്കെ വലിയ കാര്യങ്ങളല്ലേ നടത്തിക്കൊടേണ്ട പരമേശ്വര. എനിക്കറിയോ, അവളുടെ ഒരു കണ്ണെഴുതണമെങ്കിൽ ഈ ഏട്ടൻ വേണം. മറ്റൊരാളുടെ കണ്ണി തൊട്ട് അവള് കരയും. ഞാൻ എന്ത് ചെയ്യും? നാളെ കല്യാണം കഴിഞ്ഞ് പോയാൽ ഞാൻ എന്ത് ചെയ്യോടോ? എന്ത് ചെയ്യാൻ? അവിടെ ഉണ്ടാവുന്നൊരു പപ്പ. അതെ, പപ്പയ്ക്ക് എന്റെ പപ്പ. പപ്പ, എന്റെ ചേട്ടൻ എഴുതിയാ മതി. എന്റെ ചേട്ടൻ എഴുതിയാ മതി. ഇത് പപ്പയല്ല, മമ്മിയാണ്. എന്റെ കണ്ണ്. ഞാൻ കണ്ണി തൊട്ടില്ലല്ലോ പപ്പ, പിന്നെ എന്തിനാ കരയണത്? കണ്ണി തൊട്ടില്ല. നിന്റെ മരം പോലത്തെ കാലം എന്റെ കാലിൽ നിന്ന് എടുത്ത് മാറ്റി. ഇപ്പൊ എന്റെ പപ്പയെ കാണാൻ ഒരു ദേവതയെ പോലുണ്ട്. അതെ, നോക്കതേ. ദേവതയാണ്, വനദേവത. ദിവ്യ ഉണ്ണി തോറ്റു. രണ്ടവണ ചാടേണ്ടി വരും. സുമേഷ് മരത്താവളയാണ്. ഓക്കേ, ഈ ബാത്റൂം എന്ന് പറഞ്ഞില്ല. നമ്മളെ വിലകളായിരുന്നു. പാത്രം. ഇനി വരുന്ന മത്സരാർത്ഥിയുടെ ഒരു പ്രത്യേകതയുണ്ട്. കാളയുടെ വയറ്റിലും പുണ്ണാക്ക്, ഇവന്റെ തലയിലും പുണ്ണാക്ക്. അങ്ങനെ ഒരു ചെറിയ സാമ്യമുണ്ട്. അഡ്വഞ്ചർ ഗെയിം ഒക്കെ ഭയങ്കര ഇഷ്ടമാ. ഓഹോ, നീ അഡ്വഞ്ചർ ഗെയിമാ, നീ എന്ത് ഗെയിമാ കളിച്ചോ, ആ പാന്റിൽ ഒരു വാഴവള്ളിയെങ്കിലും വെച്ച് കെട്ട്. കരയരുത്, കേറിട്ട് കരയൂല. ഉറപ്പല്ലേ? അതെ, ചെയ്യരുത്. നീ സ്നഗിയിട്ടായിരുന്നു. അല്ല, അവൻ കരയില്ല. അവന്റെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ കരയാനാണ് സാധ്യത കൂടുതൽ. കണ്ടോ വേണ്ട, വയറും വള്ളിയൊക്കെ ഇപ്പോഴേ തെളിഞ്ഞു. ഇത് ജല്ലിക്കട്ട്. ഡൗൺ പ്ലീസ്. ഒരു 5 സെക്കൻഡ് കൂടെ. സുഹൃത്തുക്കളെ 5 സെക്കൻഡ്. അയ്യേ, ഞാൻ പറഞ്ഞില്ല, അവനെ കൊണ്ടൊന്നും പറ്റിയൊന്നുമില്ല. എന്ത് ബിനീഷ, സ്റ്റാമിന ഇല്ലടേ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കേറിയപ്പോ അവൻ പൽവാർ ദേവനായിരുന്നു, ഇപ്പൊ അവൻ പല്ലുപോയ ദേവനായി. എനിക്ക് അമ്മച്ചിനെ കാണണം. പൽവാർ ദേവൻ അവിടെ കിടന്ന പല്ലു വാരുന്നു. ടീമിന്റെ ചങ്കായിട്ടുള്ള ടീമിന്റെ സ്വന്തം സിസ്റ്ററാണ് ടൈഷു. അത്ര സ്നേഹവും കെയറിങ്ങും ഒക്കെയാ പൈഷു കണ്ടറിഞ്ഞ് ടീമിന് കൊടുത്തിട്ടുള്ളത്. കലാകാരനുള്ള അംഗീകാരം. കല
നശീകരണ പുരസ്കാരം. സംഗീതത്തെ കൊന്നുകൊണ്ടിരിക്കുന്ന ടീമിന് വേണ്ടിട്ട് ഇനിയെങ്കിലും ഇതെങ്കിലും തിരിച്ചറിഞ്ഞ് നിർത്താൻ ചേച്ചി, വേണ്ടിട്ടാ. സ്വന്തമായിട്ട് ആ സംഗീതത്തെ കൊല്ലുന്ന കൂടാതെ ഞങ്ങളെല്ലാരും കോറസ് പാടാനും വിളിക്കും. അതാണ് ഒരു വിഷമം. ഇതാണ് വീട്ടിലും കൊണ്ടേ വെക്കാൻ പറ്റൂല. ഇവരെ